ഈ ആലപ്പുഴയിലെ ഒരു 5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചു. അത് അമ്മുമ്മയും മർദ്ദിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. കുഞ്ഞിന്റെ മുഖത്തും കഴുത്തിനും ഒക്കെ മുറിവേറ്റിട്ടുണ്ട്. അമ്മ സ്കെയിലിനടിച്ചതാണെന്നും അമ്മുമ്മ ഉപദ്രവിക്കാറുണ്ടെന്നും കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. മെയ് 24-ന് അമ്മയുടെ സുഹൃത്ത് കുട്ടിയെ ഉപദ്രവിച്ച കേസിൽ അറസ്റ്റിലായിരുന്നു. ചോദിച്ചിട്ടില്ല അമ്മയോടും ചോദിച്ചിട്ടില്ല. എന്തിനാ വെറുതെ ആരാ അടിച്ച? ആണോ? ഇവിടെയോ? കഴുത്തിലോ? നിക്കിയോ? ആണോ? എന്താ പറഞ്ഞു മോന്? ആണോ? എപ്പോഴും തല്ലാറുണ്ടോ അമ്മി? കൊച്ചപ്പ എന്ത് ചെയ്യും? കരയോ? ദേവൻ എംപിയുടെ ആലപ്പുഴയിൽ നിന്ന്. ദേവൻ, കുഞ്ഞിന്റെ മുഖത്തെ പാടുകളൊക്കെ കാണും. ഇതിപ്പോ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാവുന്നത്? മർദ്ദിക്കുന്നതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. കുട്ടിയുടെ തന്നെ വാക്കുകൾ ഈ ചൈൽഡ് ലൈനോടൊപ്പം തന്നെ PTA പ്രസിഡന്റും എല്ലാം തന്നെ പറഞ്ഞത് വെറുതെയാണ് അമ്മയും അമ്മൂമ്മയും ചേർന്ന് തന്നെ മർദ്ദിക്കുന്നത് എന്നാണ്. ഈ ചേർത്തലയിലെ ഒരു സ്കൂളിലാണ് ഈ 5ാം ക്ലാസ് തന്നെ ഈ വിദ്യാർത്ഥി UKG പഠിക്കുന്ന വിദ്യാർത്ഥി അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ലോട്ടറി വിൽപ്പനയ്ക്കായി പോകുമ്പോൾ ഒരു ചായക്കടയിൽ എടുത്തിട്ടാണ് ഇതിന്റെ അമ്മ ലോട്ടറി വിൽപ്പനയ്ക്കായി പോകുന്നത്. അപ്പോൾ ഇന്നലെ ഇത്തരത്തിൽ ആ കുട്ടിയെ കടയിൽ ഇരിക്കുമ്പോൾ സ്കൂൾ PTA പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ദിനൂപ് ഈ ചായക്കടയിലേക്ക് എത്തിയും കുട്ടിയോട്ടിരിക്കുന്ന സ്ഥലത്തിൽ പിടിക്കുകയും അപ്പോഴാണ് ഈ കുട്ടിയുടെ മുഖത്തും കഴുത്തിലുമെല്ലാം തന്നെ ഈ മുറിവേറ്റ പാടുകൾ കണ്ടത്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അമ്മയും അമ്മൂമ്മയും ചേർന്ന് അടിച്ചതാണെന്നും സ്കെയിൽ ഉപയോഗിച്ചാണ് തന്നെ മർദ്ദിക്കാറുള്ളതെന്നുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. തുടർന്ന് ഈ PTA പ്രസിഡന്റ് തന്നെ ഈ ചൈൽഡ് ലൈനിന്റെ ആളുകളെ ഈ കാര്യം അറിയിച്ചു. അവരും സ്ഥലത്തെത്തി കുട്ടിയോട് വിശദമായി തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ചേർത്തല പോലീസിൽ ഇത് സംബന്ധിച്ച് ചൈൽഡ് ലൈനിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയ്ക്കും അമ്മയ്ക്കുമെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കുട്ടിയെ ഈ ചൈൽഡ് ലൈനിന്റെ ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് കുട്ടിയെ രാത്രി തന്നെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനു മുൻപും സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണത്, മെയ് മാസമാണത്. അതായത് ഈ കുട്ടിയുടെ അമ്മയുടെ ആൺസുഹൃത്തും ഇത്തരത്തിൽ ഈ കുട്ടിയെ മർദ്ദിച്ചിരുന്നു. അന്നും ഇതുപോലെ തന്നെ ഈ PTA പ്രസിഡന്റ് എല്ലാം നേതൃത്വത്തിൽ ഈ വിവരം പോലീസിനെയും ചൈൽഡ് ലൈനിനെയും എല്ലാം തന്നെ അറിയിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ റിമാൻഡിൽ കഴിയവേ ഇയാളെ ഈ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുടർച്ചയായി ഈ കുട്ടിക്ക് വീട്ടിൽ നിന്ന്, അത് സ്വന്തം അമ്മയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടി വീട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കുട്ടിയെ ശിശു സംരക്ഷണ സമിതി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. കുട്ടിയെ ഇപ്പോൾ ആലപ്പുഴയിലെ ശിശുക്ഷേമ സമിതിയുടെ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കുമെതിരെ കേസെടുക്കുകയും ചേർത്തല പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ദേവൻ, ഓക്കെ. കുഞ്ഞിൻ്റെ മുഖത്തെ പാടുകളൊക്കെ വ്യക്തമായി തന്നെ കാണാം. ഇനി എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. എന്ത് കാരണത്തിൻ്റെ മേലാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചത് തുടങ്ങിയുള്ള കാര്യമൊക്കെ. പിള്ളേരൊക്കെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാണല്ലേ?